പാലക്കാട്ടേക്കാണ് നമ്മൾ പോകുന്നത്. പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ വലിയ സംഭവ വികാസങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ പൊട്ടിത്തെറി ഉണ്ടാകുന്നു. യൂത്ത് കോൺഗ്രസ് പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് രാജിവെക്കുന്നു. ഗ്രൂപ്പ് ചേരിപ്പോരിനെ തുടർന്നാണ് PS വിപിൻ രാജിവെച്ചിരിക്കുന്നത്. വിവരങ്ങളുമായി സച്ചിൻ നമ്മളോടൊപ്പം ചേരുകയാണ് പാലക്കാട് നിന്ന്. നോക്കാം പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന്. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സച്ചിൻ, ഈ പാലക്കാട് യൂത്ത് കോൺഗ്രസിലെ ഇഷ്യൂ കഴിഞ്ഞ കുറേ നാളുകളായി പുകഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എനിക്ക് തോന്നുന്നു നേരത്തെ സദാം ഹുസൈൻ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മണ്ഡലം പ്രസിഡന്റ് രൂക്ഷമായ വിമർശനങ്ങൾ ഷാഫി പറമ്പലിനെതിരെ ഉന്നയിച്ച് കലാപക്കൊടി ഉയർത്തിയതാണ്. പക്ഷേ മാധ്യമങ്ങളൊന്നും അത് വലിയ തോതിൽ വാർത്തയാക്കിയില്ല. അതിന് കാരണം നമുക്കറിയാം. അതുപോട്ടെ, ഇപ്പോൾ വീണ്ടും അവിടെ ഒരു മണ്ഡലം പ്രസിഡന്റ് രാജിവെച്ച് പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്തിൻ്റെ പേരിലാണ് ഇപ്പോൾ പാലക്കാട് യൂത്ത് കോൺഗ്രസിൽ പൊട്ടിത്തെറികൾ സംഭവിച്ചിരിക്കുന്നത്? മനു, ഗ്രൂപ്പ് പോരിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വീണ്ടും പാലക്കാട് ശക്തമായ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുന്നത്. കാരണം ഷാഫി പറമ്പിലിൻ്റെ ഒരു ആധിപത്യമായിരുന്നു പാലക്കാട് ജില്ലയിൽ യൂത്ത് കോൺഗ്രസിലും KSUവിലടക്കം ഉണ്ടായിരുന്നത്. ഇത് ഈ ഷാഫിയുടെ ആധിപത്യം അവസാനിക്കുന്നു എന്നൊരു കാഴ്ചയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. കാരണം KC വേണുഗോപാൽ പക്ഷത്തേക്ക് ചേർന്ന തങ്കപ്പൻ വിഭാഗം ശക്തമായ ഒരു രൂപത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിലിൻ്റെ നോമിനിയായി പാലക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റായിരുന്ന PS വിപിനാണ് ഇന്നലെ രാജിവെച്ചത്. PS വിപിൻ തങ്കപ്പൻ, അതായത് KC വേണുഗോപാൽ പക്ഷത്തേക്ക് മാറിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് PS വിപിന് വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനങ്ങളും അതുപോലെ തന്നെ അധിക്ഷേപങ്ങളും ഷാഫി പറമ്പിലിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഷാഫി പറമ്പിലിനെ അനുകൂലിക്കുന്ന ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളിൽ നിന്നാണ് വലിയ രീതിയിലുള്ള അധിക്ഷേപം മണ്ഡലം പ്രസിഡന്റ് നേരിടേണ്ടി വന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു രാജി എന്നാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ നിലവിൽ രാജിക്കത്ത് സംസ്ഥാന പ്രസിഡന്റിനും അതുപോലെ തന്നെ ജില്ലാ നേതൃത്വത്തിനും PS വിപിൻ അയച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഷാഫിയുടെയും അതുപോലെ തന്നെ നിലവിലെ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെയും അനുയായിയായിട്ടുള്ള സതീഷ് എന്ന് പറഞ്ഞ വ്യക്തിയെ നിയോജക മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റായി നിയമിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഷാഫിയെ അനുകൂലിക്കുന്നവർക്ക് മാത്രം പാലക്കാട് ജില്ലയിലെ യൂത്ത് കോൺഗ്രസിലും KSUവിലും ആധിപത്യം ഉണ്ടാകുന്നു എന്നൊരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. മാത്രമല്ല, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്നതും വലിയ രീതിയിൽ കോൺഗ്രസിനെയും അതുപോലെ തന്നെ UDFനെയും ആശങ്കയിൽ ആഴ്ത്തുന്നുണ്ട്. കാരണം വലിയ രീതിയിലുള്ള ഒരു വിഭാഗീയ പ്രവർത്തനങ്ങൾ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയിലും KSUവിലടക്കം നിലവിലുണ്ട്. കഴിഞ്ഞ ഒരു ആഴ്ച മുൻപ് തന്നെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് ചേരിപ്പോരിൻ്റെ ഭാഗമായിട്ട് രാജിവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. 21 പേരടങ്ങുന്ന സംഘമാണ് അന്ന് നേതൃത്വത്തിന് രാജിക്കത്ത് നൽകിയത്. അതിൻ്റെ ഒരു എന്നോണം തന്നെയാണ് ഇപ്പോൾ ജില്ലയിൽ ഷാഫി പറമ്പിൽ വിഭാഗവും KSU വിഭാഗവും. കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടമൊക്കെ സ്ഥാനാർത്ഥി കുപ്പായം തുന്നി ഇങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഈ പൊട്ടിത്തെറി ഏത് രീതിയിലായിരിക്കാം ബാധിക്കാൻ പോവുക? അതൊരു പ്രധാനപ്പെട്ട വിഷയമാവില്ലേ? തീർച്ചയായും മനു. കാരണം കഴിഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ ചില മണ്ഡലം കമ്മിറ്റികളിലടക്കം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള പ്രമേയം അടക്കം പാസ്സാക്കിയിരുന്നു. കാരണം ജില്ലയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി തന്നെ പാലക്കാട് ജില്ലയിൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ മതി എന്ന് ചില യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കൾ ഇവിടെ നിലപാടെടുത്തിരുന്നു. ഇതിലടക്കം PS വിപിൻ അടക്കമുള്ള മണ്ഡലം പ്രസിഡന്റുമാർക്ക് ഇതിലടക്കം ഉത്തരവാദിത്തം ഉണ്ടായിരുന്നു. ഇവരെ മുൻപ് ഉണ്ടായിരുന്ന സദാം ഹുസൈൻ അടക്കമുള്ള ആളുകളുടെ ഒരു നീക്കത്തിൻ്റെ ഫലമായാണ് രാഹുലിനെതിരെയും ഷാഫിക്കെതിരെയും നീങ്ങുന്നത് എന്ന ഒരു ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വലിയ രീതിയിലുള്ള ഒരു ഗ്രൂപ്പ് ചേരിപ്പോര് തന്നെയാണ് പാലക്കാട് ജില്ലയിൽ നിലവിലുള്ളത്. ഈ രാജിയെ തുടർന്ന് വലിയ രീതിയിൽ തങ്കപ്പൻ വലിയ വിമർശനമാണ് ഷാഫിക്കെതിരെ ഉന്നയിച്ചത്. കാരണം ഷാഫി പറമ്പിലിൻ്റെ ഒരു ആധിപത്യം ഇല്ലാതാവുന്നതിനെ തടയിടാൻ വേണ്ടി വലിയ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് തങ്കപ്പനും KC വിഭാഗവും ജില്ലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് മനു.